ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ടു ഫുഡി ടോക്ക്. ഇന്ന് നമ്മൾ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കീൻവ. കീൻവ എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതെങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് എൻ്റെ പ്രൊനൗൺസിയേഷൻ ആദ്യം കറക്റ്റ് ആക്കണം. കീൻവ എന്നാണ് നമ്മളത് പറയേണ്ടത്. ഓക്കെ, പലരും അത് മിസ്പെൽ ചെയ്യുന്നുണ്ട്. കാരണം QUINOA ആയതുകൊണ്ട് കുനുവ എന്നൊന്നും വായിക്കരുത്. കീൻവ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ കീൻവ നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് സൗത്ത് അമേരിക്കയിലാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സൂപ്പർ ഫുഡിൽ പെട്ട ഒരു സാധനമാണ് കീൻവ. നമുക്ക് 3 ടൈപ്പ് ഓഫ് കീൻവ അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഒന്ന് ബ്ലാക്ക് കീൻവ, അതായത് കറുത്ത കീൻവ. പിന്നെ ഒന്ന് റെഡ് കീൻവ, ചുവപ്പ് കളറിലുള്ള ഒരു കീൻവ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് കീൻവ. ഇതാണ് നമ്മുടെ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള കീൻവ. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ കീൻവ ഫ്ലാക്സീഡ് മാതിരി തന്നെ സൂപ്പർ ഫുഡിൽ പെട്ട ഒരു ഫുഡാണ്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ്, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫ്ലാക്സീഡിന്റെ വീഡിയോയിൽ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ മേലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കീൻവയും ഒരു സൂപ്പർ ഫുഡിൽ പെട്ടതാണ്. ഇത് ആക്ച്വലി ഒരു ഗ്രെയിൻ ആണ്. അതായത് നമുക്ക് അരിക്ക് പകരം ഗോതമ്പിന് പകരം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ചോറ് കഴിക്കുന്ന മാതിരി തന്നെ ഇതും കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഗ്രെയിൻ ആണ്. പക്ഷെ ആക്ച്വലി സയന്റിസ്റ്റ് ഇതിനെ ഗ്രെയിൻ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഇതൊരു സീഡാണ്. ആ കീൻവ ചെടിയുടെ സീഡാണ് ഇത്. പക്ഷെ നമുക്ക് ചോറ് മാതിരി തന്നെ ഇത് കഴിക്കാം. ഇതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത് പ്രോട്ടീൻ റിച്ച് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ആക്ച്വലി നമ്മുടെ വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു ഫുഡാണ്. കാരണം വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ വളരെ കുറവാണ്. കാരണം നമ്മൾ മുട്ട കഴിക്കില്ല. എന്നെ മാതിരിയുള്ളവര് മുട്ട കഴിക്കില്ല. പിന്നെ ആകെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന ഒരു സംഭവം പനീരെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം നമുക്ക് കഴിക്കാവുന്ന ഒരു ഫുഡാണ് കീൻവ. ആക്ച്വലി ഇതൊരു ഗ്രെയിൻ കാറ്റഗറീസിൽ, അതായത് ഗ്രെയിൻ കാറ്റഗറീസിൽ പെടുന്നതാണ്. ഞാൻ പറഞ്ഞു അരി, ഗോതമ്പ്, ബാർലി, റാഗി എല്ലാം ഗ്രെയിൻ കാറ്റഗറിയിൽ ഇത് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇത് ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വളരെ ലോ ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കലരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറെ നേരം വയറ് ഫുള്ളായിട്ടിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇത് നമുക്ക് ചോറിനും ഗോതമ്പിനും പകരം നമുക്ക് യൂസ് ചെയ്യാം. അതായത് ചിലവർക്കെല്ലാം ഗ്ലൂട്ടൻ അലർജി ഉണ്ടാവും, ചിലർക്ക് വീറ്റ് അലർജി ഉണ്ടാവും, ഗോതമ്പ് അലർജി ഉണ്ടാവും, മൈദ അലർജി ഉണ്ടാവും, അരി അലർജി ഉണ്ടാവും. അതിന് പകരം നമുക്ക് കീൻവ കുക്ക് ചെയ്ത് നമുക്ക് സാധാരണ ചോറ് കഴിക്കുന്ന മാതിരി തന്നെ കഴിക്കാം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് ടു ബി സൂപ്പർ ഫുഡ് ആയതുകൊണ്ട് ഇതിൽ നിറയെ വിറ്റമിൻസും മിനറൽസും ഉണ്ട്. അതായത് അയോൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ എല്ലാം നിറയുള്ള സാധനമാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു നമ്മൾ ചോറ് മാതിരി തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇങ്ങനെയല്ല, കുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും. അതേമാതിരി തന്നെ ഇതിനൊരു നട്ടി ഫ്ലേവർ ആണ്. ഇത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അരിയെല്ലാം കഴുകില്ലേ, അതേമാതിരി തന്നെ നന്നായി വാഷ് ചെയ്തെടുക്കണം. അരി നമ്മൾ 1-2 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുമെങ്കിൽ ഇത് ഒരു 5-6 പ്രാവശ്യം നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ ആ ഔട്ടർ സ്കിന്നിന് ചെറുതായിട്ടൊരു കശപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ കശപ്പ് വരും, ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് നന്നായി കഴുകിയെടുക്കണം. ഞാനിവിടെ നമുക്കൊന്ന് കീൻവ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ 1 കപ്പ് കീൻവ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 കപ്പ് കീൻവയ്ക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോറ് മാതിരി നല്ല ഡ്രൈ ആയി വരും. ആ മോയിസ്റ്റോട് കൂടെ തന്നെ വെള്ളമെല്ലാം വറ്റി നല്ല കുക്കായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പൊ 1 കപ്പ് കീൻവ ഞാനിവിടെ സോസ് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് പൈപ്പിന്റെ താഴെ വെച്ചിട്ട് ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാൻ പോവാണ്. ഓക്കെ, നന്നായി കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ സ്കിന്നിന് ചെറിയൊരു കശപ്പുണ്ട്. ആ കശപ്പ് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരും. ഇപ്പൊ ഞാൻ കീൻവ നന്നായി കഴുകി 5-6 പ്രാവശ്യം പൈപ്പിന്റെ താഴെ വെച്ച് നന്നായി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
പ്രപ്പോർഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1:2 റേഷ്യോയിലാണ് വരുന്നത്. ഒരു കപ്പ് കീൻവയ്ക്ക് 2 കപ്പ് വെള്ളം. അപ്പം അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, എൻ്റെ ഓൺ പ്രിഫറൻസ് ആണ്. ഒരു നിർബന്ധമില്ല നെയ്യോ ഓയിലോ ആഡ് ചെയ്യണം എന്നുള്ളത്. പാസ്ത കുക്ക് ചെയ്യണ മാതിരി നമ്മൾ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ കുക്ക് ചെയ്യാം. പക്ഷെ എനിക്കൊരു ആ ഒരു ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു 2 തുള്ളി നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പ് കത്തിച്ചിട്ട് അടച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശരിക്കും ഒരു 20-25 മിനിറ്റിൽ ഇത് വെള്ളമെല്ലാം വറ്റി നല്ല ക്ലീൻ ആയിട്ട് വരും, കുക്കായിട്ട് വരും, നല്ല ഫ്ലഫി ആയിരിക്കും. ഞാൻ വേവിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അരി വേവിക്കുന്ന മാതിരി തന്നെ വെള്ളം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരും. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ വെള്ളം എല്ലാം തിളച്ചു. നമ്മുടെ അരി വേവിക്കുന്ന മാതിരി തന്നെ അടച്ചു വെച്ചിട്ട് ഞാൻ വേവിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി വീണ്ടും അടച്ചു വെക്കാൻ തന്നെയാണ് പോകുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഒരു 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും. നമ്മുടെ കീൻവ റെഡി ആവും. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇത് നമുക്ക് ചോറ് മാതിരി തന്നെ പ്ലെയിൻ ആയിട്ട് കഴിക്കാം. ഇതല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, ഉപ്മാവ് ഉണ്ടാക്കാം. ശരിക്കും ഇത് കുക്കായി വരുമ്പോൾ നമ്മുടെ ഗോതമ്പ് റവ കുക്ക് ചെയ്ത് കണ്ടിട്ടില്ല എല്ലാവരും, അതേമാതിരി ഉണ്ടാവും കാണാൻ. പക്ഷെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാണാൻ അങ്ങനെ തന്നെ ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത് 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് ഇത് കുക്കായത് നോക്കാം. കണ്ടില്ലേ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആയി, ലിക്വിഡ് ഒന്നുമില്ല, നല്ല മോയിസ്റ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല മോയിസ്റ്റ് ആണ് ഇത്, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇത് കിൻവ കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കിൻവ കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. റെഡ് കിൻവ കുക്ക് ചെയ്യുന്ന സമയത്തും ഇതേമാതിരി തന്നെയാണ്, പക്ഷെ അതിൻ്റെ കളറ് റെഡ് കളറിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 3 ടൈപ്പിൽ നമുക്ക് കിൻവ അവൈലബിൾ ആണ്. ബ്ലാക്ക് കളറിൽ, വൈറ്റ് കളറിൽ, റെഡ് കളറിൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കിൻവ എന്തായാലും കുക്ക് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു എയ്റ്റ് ബോക്സിലോ എന്തെങ്കിലും വെക്കാം. 2-3 ദിവസം ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഇരിക്കും. അപ്പോൾ ഇത് ഡെയിലി എല്ലാവരും കൺസ്യൂം ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് നമ്മുടെ വെജിറ്റേറിയൻസിന് ആകെയുള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഫുഡ് കിൻവയാണ്. എന്തായാലും ഒരു സൂപ്പർ ഫുഡിൽ പെട്ടതാണ്. നിറയെ വിറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ളതാണ്. ഇതാണ് റെഡ് കിൻവ. റെഡ് കിൻവ ഇങ്ങനെയാണ് കുക്ക് ചെയ്ത് വന്നാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ കിൻവ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെയിലി അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. സാലഡ്സ് ആയിട്ടോ സൂപ്സിലോ ചോറായിട്ടോ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.